എന്ന ഈ പേരിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഹോളി എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പേര് വന്നിരിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും തിന്മയ്ക്ക് നേരെ നന്മയ്ക്ക് മാത്രമായിരിക്കും വിജയം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ആഘോഷമാണ് ഹോളി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോളിയെ കുറിച്ചാണ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഗായത്രി. ഈ കഥ തുടങ്ങുന്നത് ഒരു അസുര രാജാവിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഹിരണ്യകശിപു. അദ്ദേഹത്തിന് ഒരു പെങ്ങളുണ്ടായിരുന്നു. അവരുടെ പേരാണ് ഹോളിക. ഈ ഹോളിക എന്ന ഈ പേരിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഹോളി എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പേര് വന്നിരിക്കുന്നത്. ഹിരണ്യകശിപുവിനാവട്ടെ ദേവന്മാരിൽ നിന്ന് ഒരുപാട് വരസിദ്ധിയുള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ത്രിലോകങ്ങളും പിടിച്ചടക്കാം എന്നുള്ളൊരു തോന്നൽ അതിശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അദ്ദേഹം എല്ലാവരെയും വെല്ലുവിളിച്ച് അവസാനം നമ്മുടെ പരിപാലകനായ നമ്മുടെ വൈകുണ്ഠവാസനായ മഹാവിഷ്ണുവിനെ അടക്കം വെല്ലുവിളിക്കാൻ മുതിർന്നു. ഇതിന്റെ തുടക്കമായി അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്ത് ഒരു വ്യക്തി പോലും വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടരുത് എന്നുള്ളൊരു കൽപ്പന പോലും പുറപ്പെടുവിപ്പിച്ചു. പക്ഷേ ഇതിന്റെ നേർ വിപരീതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനാവട്ടെ അങ്ങേയറ്റം വലിയ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. ആ കുഞ്ഞിന്റെ ജീവവായുവിൽ വരെ മഹാവിഷ്ണു നാമങ്ങൾ, അതായത് നാരായണ നാമങ്ങൾ അടങ്ങിയിരുന്നു. ഹിരണ്യകശിപുവിന്റെ നാട്ടിൽ അദ്ദേഹം കൊണ്ടുവന്ന രീതികൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ എല്ലാം പിടിച്ച് കൊല്ലാറായിരുന്നു പതിവ്. അതായത് വധശിക്ഷയായിരുന്നു വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മകനായ പ്രഹ്ലാദന് നേരെ പോലും ഈ ഹിരണ്യകശിപുവിന്റെ ആക്രമണങ്ങൾ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ആ കുട്ടി അത്രയും വലിയൊരു വിഷ്ണു ഭക്തൻ ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ആ കുട്ടിയെ വധിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൊക്കയിൽ നിന്ന് തള്ളിവിട്ടിട്ടും കിങ്കരന്മാരെ വിട്ടിട്ടും സർപ്പങ്ങളുടെ ഇടയിൽ വിട്ടിട്ടും കാരാഗ്രഹത്തിൽ അടച്ചിട്ടും ഒക്കെ പല രീതിയിൽ ഈ കുട്ടിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഹിരണ്യകശിപു നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ രീതി, അതായത് ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി, ഈ ഒരു ചെറിയ ബാലകൻ ഈ വധശ്രമങ്ങൾക്ക് ഇടയിലൊക്കെ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രഹ്ലാദന്റെ ഭക്തിയുടെ വലിപ്പം കൊണ്ട് തന്നെയാണ് വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ ഒരു വധശ്രമത്തിൽ നിന്നൊക്കെ പ്രഹ്ലാദൻ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹിരണ്യകശിപുവിന്റെ നാട്ടിൽ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ വലിയൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അതായത് വളരെ ഒരു ചെറിയ കുട്ടി, അതായത് ഒരു ചെറിയ ഭക്തനെ രക്ഷിക്കാൻ ഈ രീതിയിലൊക്കെ അവതരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര വലിയ ശക്തിശാലിയായിരിക്കും, അതായത് മഹാവിഷ്ണു എത്ര വലിയ ശക്തിശാലിയായിരിക്കും. അതുകൊണ്ട് ഉറപ്പായും മഹാവിഷ്ണുവിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ത്രിലോകങ്ങളിൽ ഹിരണ്യകശിപുവിന് അംഗീകാരം കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ കാഠിന്യമേറിയിട്ട് തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിരണ്യകശിപു തന്റെ പെങ്ങളായ ഹോളികയുടെ സഹായം തേടി പോകുന്നത്. ഹോളികയ്ക്ക് അഗ്നിദേവനിൽ നിന്ന് വലിയൊരു വരദാനം ലഭിച്ചിട്ടുണ്ട്. അതായത് അഗ്നിദേവന്റെ പ്രഭാവം ഒരിക്കലും ഹോളികയ്ക്ക് ബാധിക്കില്ല എന്നത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ അഗ്നിയുടെ പൊള്ളൽ ഒരിക്കലും ഹോളികയുടെ ദേഹത്ത് തട്ടില്ല എന്നുള്ളതായിരുന്നു അതായത് അഗ്നിദേവനിൽ നിന്ന് ഹോളികയ്ക്ക് കിട്ടിയ വരദാനം. അങ്ങനെയാണ് ഹോളികയും ഹിരണ്യകശിപുവും കൂടെ പ്രഹ്ലാദനെ വധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. അവരുടെ ഒരു രീതി എന്തായിരുന്നു, അതായത് അവർ ചിന്തിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഹോളികയുടെ മടിയിൽ പ്രഹ്ലാദനെ ഇരുത്തി ഒരു ചിത കൂട്ടി അഗ്നി കത്തിക്കുക. അപ്പോൾ ഹോളിക അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയും പ്രഹ്ലാദൻ അഗ്നിക്ക് ഇരയായി മരിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഇരുവരും ആസൂത്രണം ചെയ്ത പോലെ തന്നെ ഹോളികയുടെ മടിയിൽ പ്രഹ്ലാദനെ ഇരുത്തി അഗ്നി കത്തിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെയും പ്രഹ്ലാദന്റെ ഭക്തിക്ക് തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം. അതായത് ഭഗവാന്റെ മുന്നിൽ ഭക്തന്റെ ഭക്തിക്കാണ് ഏറ്റവും മുൻഗണന എന്ന് പറയുന്നത് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. ആ ഒരു രീതിയിൽ നിന്ന് പ്രഹ്ലാദൻ വളരെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയും ഹോളികയുടെ വരസിദ്ധി നിഷ്പ്രഭമായി തീരുകയും ഹോളിക അഗ്നിക്ക് ഇരയാകുകയും ചെയ്തു. ഈ ഒരു കഥയുടെ ഈ ഭാഗം വരുന്നത് കൊണ്ട് തന്നെയാണ് ഹോളി ആഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ ചിത കൂട്ടി തീയിട്ട് ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്നത്. കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ ഒരു സംഭവത്തിലൂടെ തന്നെ ഹിരണ്യകശിപുവിന്റെ പേടി വളരെയധികം വലിയ രീതിയിൽ ഉയരാൻ തുടങ്ങി. അതായത് മഹാവിഷ്ണുവിനെ എന്തായാലും കീഴ്പ്പെടുത്തണം, ഇല്ലെങ്കിൽ ത്രിലോകങ്ങളിൽ ഹിരണ്യകശിപുവിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ളത് ഹിരണ്യകശിപുവിന്റെ മനസ്സിൽ തീർച്ചയായി. ഞാൻ നേരത്തെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിരണ്യകശിപുവിന് ദേവന്മാരിൽ നിന്ന് ഒരുപാട് വരസിദ്ധികൾ ലഭിച്ചിട്ടുണ്ട്. ആ വരസിദ്ധികൾ എന്തൊക്കെയാണ് എന്ന് ഇനി പറഞ്ഞു തരാം. അതായത് ഹിരണ്യകശിപുവിന് ആകാശത്തും ഭൂമിയിലും വെച്ച് മരണമില്ല, ദേവനും അസുരനും കൊല്ലാൻ പാടില്ല, അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും വധിക്കാൻ പാടില്ല,
ആകാശത്തും ഭൂമിയിൽ നിന്നും വധിക്കാൻ പാടില്ല, മനുഷ്യനോ മൃഗമോ വധിക്കാൻ പാടില്ല, ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചും തന്റെ മരണം സംഭവിക്കരുത്. ഇത്രയുമായിരുന്നു ഭഗവാനിൽ നിന്ന്, അതായത് ദേവന്മാരിൽ നിന്നൊക്കെ ഹിരണ്യകശിപുവിന് കിട്ടിയ വരദാനം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം മറന്ന ഏറ്റവും വലിയൊരു പ്രപഞ്ച സത്യമുണ്ട്. അതായത് ഒരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. അത് ഏത് രീതിയിലാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു വരസിദ്ധിയുടെ ധൈര്യത്തിൽ മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഹിരണ്യകശിപുവിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഹിരണ്യകശിപു കാണാണ് പ്രഹ്ലാദൻ അന്തഃപുരത്തിന്റെ ഉള്ളിലൂടെയൊക്കെ നാരായണ നാമം ജപിച്ച് നടക്കുന്നത്. ഇത് കാണുന്നതിലൂടെ ഹിരണ്യകശിപു ആകെ ദേഷ്യപ്പെട്ട് പ്രഹ്ലാദനെ വീണ്ടും വധിക്കാനായി മുന്നോട്ട് പോവുകയാണ്. ആ വധിക്കുന്ന സമയത്ത് ഒരുപാട് വാഗ്വാദങ്ങളിൽ അവർ ഇരുവരും ഏർപ്പെടുകയാണ്. എന്നാൽ പ്രഹ്ലാദൻ ആവട്ടെ ഒട്ടും തന്നെ കോപിഷ്ഠനാവാതെ തന്റെ ഭഗവാന്റെ മേലെ അടിയുറച്ച് വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് ഹിരണ്യകശിപുവിന്റെ അടുത്ത് സംസാരിച്ചത്. അങ്ങനെ സംസാരം നീണ്ടു പോവുകയാണ്. അങ്ങനെ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെ, ഇങ്ങോട്ട് വരാൻ പറ, എന്റെ അടുത്ത് വരാൻ പറയേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. അതിൽ പ്രഹ്ലാദൻ ഉത്തരം പറയാണ്, എന്റെ ദൈവം മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന്. അപ്പോൾ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എങ്കിൽ ഈ തൂണ് പിളർന്ന് നിന്റെ ഭഗവാനെ കൊണ്ടുവാ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രഹ്ലാദനാവട്ടെ അവിടെയും ഉറപ്പിച്ചു പറഞ്ഞു, ഈ തൂണിലും എന്റെ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ആ ഒരു വർത്തമാനം, അതായത് ആ ഒരു സംഭാഷണം കേട്ട് ഹിരണ്യകശിപുവിന് ദേഷ്യം വന്ന് ഭയങ്കര കോപാകുലനായി ഉടവാളെടുത്ത് പ്രഹ്ലാദന്റെ നേരെ നീട്ടുമ്പോഴാണ് തൂണ് നിന്ന് കുലുങ്ങാൻ തുടങ്ങുന്നത്. അങ്ങനെ ഘോരമായ ശബ്ദത്തോടു കൂടി, ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കുന്ന ശബ്ദത്തോടു കൂടി ആ തൂണ് പിളർന്ന് ആ മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരം ആ ഒരു കൊട്ടാര സദസ്സിൽ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹിരണ്യകശിപുവിന്റെ നേരെ ഓരോരോ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ലഭിച്ച ഓരോരോ വരസിദ്ധികൾ പ്രാബല്യമാക്കുന്ന രീതിയിലായിരുന്നു ഭഗവാൻ, അതായത് നരസിംഹാവതാരം എടുത്ത മഹാവിഷ്ണു ആ ഹിരണ്യകശിപുവിനെ കൊന്ന് കൊടൽമാലകൾ പറിച്ചെടുത്ത് നിൽക്കുന്നത്. ആ വരങ്ങളെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ, ദൈത്യന്റെ പ്രാണനില്ല നഗരജാലം, കുടൽമാലരുധിരവും മണിയുന്ന രൂപം, ബ്രഹ്മാണ്ഡ സത്വങ്ങൾ കാക്കുന്ന ദേവൻ, ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷാർദ്ധ നേരം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരത്തിലും നമുക്ക് കാണാൻ കഴിയും ഭഗവാൻ ശാന്ത സ്വരൂപനാണ്. അതായത് ഓരോ അസുരന്മാരെ നിഗ്രഹിച്ചാലും ഭഗവാൻ ശാന്തനാണ്, ഭഗവാൻ ഒരിക്കലും കോപം വരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നരസിംഹാവതാരത്തിൽ മാത്രം നല്ല ഉഗ്ര സ്വരൂപനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അതായത് കോപത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ നിന്നാണ് ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഈ ഒരു കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി പ്രഹ്ലാദൻ, അതായത് ഭഗവാന്റെ അങ്ങേയറ്റം പ്രിയപ്പെട്ട ഭക്തൻ, പാട്ടുകൾ പാടി, അതായത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിലൂടെയാണ് ഭഗവാനെ ശാന്തനാക്കുന്നത്. ഇത്രയുമാണ് ഹോളിയെ സംബന്ധിച്ചുള്ള കഥയും മാത്രമല്ല ഭഗവാന്റെ നരസിംഹാവതാരത്തിന്റെ കഥയും. അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവുന്നതാണ്. സോ അതുവരെ താങ്ക് യു ഓൾ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.